വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് 4 കാക്കമാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആയുധക്കടത്താണ് അവരുടെ മുഖ്യ തൊഴിൽ. അതും തുർക്കിയുടെയും ചൈനയുടെയും ആയുധങ്ങൾ. അവിടെയും തീർന്നില്ല, കാക്കമാർക്ക് ISI ബന്ധവുമുണ്ട്. ഈ വാർത്ത ഇങ്ങനെ കേൾക്കുമ്പോൾ വല്ലാണ്ട് സുഖിക്കുന്നുണ്ടാവും ഹിന്ദുത്വ ശക്തികൾക്ക്. കാരണം ഒരു മുസ്ലിം എങ്ങാനും ഇതുപോലൊരു പൊല്ലാപ്പിൽപ്പെട്ടാൽ ആ കുടുംബത്തെ തന്നെ ഇല്ലാതാക്കുന്ന സംവിധാനങ്ങളാണല്ലോ നമ്മുടെ രാജ്യത്ത് ഇന്ന് നടപ്പിലുള്ളത്. മുസ്ലിം പേരായാൽ മതി അവർക്ക് സന്തോഷിക്കാൻ. എന്നാൽ ഇവിടെ പിടിക്കപ്പെട്ട 4 കാക്കമാരുടെ പേരുകൾ ഇപ്രകാരമാണ്. 1 മന്ദീപ് കാക്ക, 2 ദൽവീന്ദർ കാക്ക, 3 മോഹനാക്ക, 4 അജയ് കാക്ക. ഇവർക്ക് അന്തർദേശീയ ആയുധക്കടത്തുകാരുമായാണ് ബന്ധം. നമ്മുടെ ശത്രു രാജ്യമായ പാകിസ്ഥാനിലെ ISI എന്ന ചാരസംഘടനയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഈ നാറികൾ തീവ്രവാദികളും രാജ്യദ്രോഹികളുമാണ്. ഇവർ ആയുധങ്ങളും മറ്റും എത്തിച്ചു നൽകുന്നത് അധോലോക ഗ്യാങ്ങുകൾക്കും മറ്റ് തീവ്രവാദ സംഘടനകൾക്കുമാണ്. ഇവരുടെ കയ്യിൽ നിന്നും 10 തോക്കുകളും വെടിയുണ്ടകളും കണ്ടെത്തിയിട്ടുണ്ട്. ചെങ്കോട്ട സ്ഫോടന കേസിലെ ഉമർ നബിയെ പോലെ ഈ 4 പേരും രാജ്യദ്രോഹികളും തീവ്രവാദികളും തന്നെയാണ്. ഇവർ ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ പാകിസ്ഥാന്റെ കയ്യിൽ നിന്നും ആയുധങ്ങളും പണവും കൈപ്പറ്റി രാജ്യത്തിനകത്ത് കലാപം ഉണ്ടാക്കാൻ സഹായിക്കുന്നവരാണ്. പക്ഷേ ഒരൊറ്റ വ്യത്യാസം, ഉമർ നബിയുടെ വീടുകൾ തച്ചു തകർത്ത പോലെ ഇവരുടെ വീടുകൾ ഒരിക്കലും തകർക്കപ്പെടില്ല. കാരണം അവർ സനാതന മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നവരാണ്, ഹിന്ദു നാമധാരികളാണ്. പാകിസ്ഥാൻ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ജയ് വിളിച്ചെന്ന് പറഞ്ഞ് തല്ലിക്കൊല്ലുന്ന ഹിന്ദുത്വ ഭീകരർക്ക് പാകിസ്ഥാനുമായി പങ്കുകച്ചവടം ചെയ്ത് ഇന്ത്യയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇവരെ തല്ലിക്കൊല്ലാൻ കഴിയുകയില്ല. നമ്മൾ ഇതുവരെ കണ്ട സത്യവും അതാണ്. കഴിഞ്ഞ ദിവസമാണ് കർണാടകയിൽ നിന്നും ഇതുപോലെ 2 ഹിന്ദു നാമധാരികളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. UP സ്വദേശികളായ രോഹിത്, സാന്ദ്രി എന്നീ 2 കപ്പൽശാല തൊഴിലാളികളായിരുന്നു അവർ രാജ്യരഹസ്യങ്ങൾ പാകിസ്ഥാനു വേണ്ടി ചോർത്തിക്കൊടുക്കുകയായിരുന്നു. സ്വന്തം രാജ്യത്തെ തകർക്കാൻ ശത്രു രാജ്യത്തെ സഹായിക്കുന്ന അവരെയും വെടിവെച്ചു കൊല്ലേണ്ടവരാണ്. അവരുടെ വീടുകളും ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കപ്പെടേണ്ടവരാണ്. പക്ഷേ അവർക്കൊന്നുമെതിരെ ശബ്ദിക്കാൻ ഒരു ഹിന്ദുത്വ ശക്തികളെയും നാം ഇതുവരെ കണ്ടില്ല. അവർക്കെതിരെ ഒരു ഗുണ്ട ആക്റ്റും ഉണ്ടായില്ല. നാളെ അവർ സ്വതന്ത്രരായി പുറത്തിറങ്ങുകയും ചെയ്യും. ഈ പേരുകളൊക്കെ മുസ്ലിം പേരുകളോ മുസ്ലിം പേരിന് സമാനമായ പേരുകളോ ആയിരുന്നുവെങ്കിൽ എന്തെല്ലാം വാർത്തകളായിരുന്നു പൊടിപ്പും തെങ്ങലും വെച്ച് പുറത്തിറങ്ങുക. ABC ന്യൂസും ന്യൂസ് 18 ഒക്കെ എത്ര ദിവസം ഇത് ആഘോഷമാക്കുമായിരുന്നു. TG മോഹൻദാസിന്റെ വിറപ്പനി എത്ര കാണണമായിരുന്നു നമ്മൾ. എന്തായാലും ദൈവം കാത്തു. ഏത് നബിമാരായാലും ശർമ്മമാരായാലും മേനന്മാരായാലും ആരായാലും ബാഹ്യശക്തികളുമായി ചേർന്ന് രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരും രാജ്യത്തിനകത്ത് കലാപം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവരും രാജ്യത്തിന്റെ പൊതുശത്രുക്കൾ തന്നെയാണ്. അവരെ തുടച്ചു നീക്കേണ്ടത് അനിവാര്യവുമാണ്. പക്ഷേ അത് മുസ്ലിം പേരുകളിലേക്ക് മാത്രം ചുരുങ്ങുകയോ ഒരാൾ തെറ്റ് ചെയ്തതിന് കുടുംബത്തെ മുച്ചൂടും നശിപ്പിക്കുകയോ അരുത്. പലപ്പോഴും കുടുംബം തീർത്തും നിരപരാധികളും രാജ്യസ്നേഹികളുമായിരിക്കും.